അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ഞാൻ കൊഴിഞ്ഞാമ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മേരി. ഞങ്ങളുടെ വികാരിയച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. വികാരിയച്ഛൻ്റെ സഹോദരിക്ക് അച്ഛൻ്റെ കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ 2 കിഡ്നിയും പോയിട്ട് അച്ഛൻ്റെ 1 കിഡ്നി കൊടുത്തു. കഴിഞ്ഞ കൊല്ലം, 1 കൊല്ലം കഴിഞ്ഞു. അന്ന് അതൊക്കെ മാറി സിസ്റ്റർ കോളേജിലൊക്കെ പോയിരുന്നു. ഈ കഴിഞ്ഞ മാസം 2ാമതും സിസ്റ്ററിന് ഭയങ്കര സീരിയസ് ആയി. സിസ്റ്ററിനെ ആസ്പത്രിയിൽ കൊണ്ടുപോയി ICUലൊക്കെ കിടത്തി. തീരെ ഭയങ്കരമായിട്ട് ആയി. അപ്പോൾ അച്ഛനും ഭയങ്കര വിഷമായി. ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു, ഇടവക്കാരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛന് സിസ്റ്ററിന് സുഖമായി. ഇവിടെ കോളേജിൽ പഠിക്കുമായിരുന്നു. കഴിഞ്ഞ കൊല്ലം കിഡ്നിയുടെ ഒക്കെ മാറിയിട്ട് കോളേജിൽ പഠിച്ചിരുന്ന അതാണ് സിസ്റ്റർ. ഇപ്പോൾ 2ാമതും വയ്യാണ്ട് വന്നപ്പോൾ പിന്നെ ആരും കാണാനും കൂടെ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ മാറും എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞാനും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി. സിസ്റ്റർ ഇപ്പോൾ 2ാമത് കോളേജിൽ പോകാൻ തുടങ്ങി. വളരെ സമാധാനമായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കേസായിരുന്നു. കിഡ്നി മാറ്റി വെച്ചു. പക്ഷേ അത് ശരീരത്തിൽ ബോഡി തിരസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഒരു അച്ഛനും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതുപോലെ പ്രൊവിൻഷാൾ നമ്മളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പല സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുക. അത്രമാത്രം വലിയ സീരിയസ് ആയിരുന്നു. സിസ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റിയാണ് അതിൻ്റെ ഇഞ്ചക്ഷൻ പോലും ചെയ്യുന്നത്. അത്രമാത്രം. പക്ഷേ അത്ഭുതകരമായിട്ട് അവരുടെ പ്രതീക്ഷ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഇടവക്കാരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ?